ഉൽപ്പത്തി 22 അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച പരീക്ഷ. അത് നമുക്ക് വായിക്കാൻ തന്നെ ധ്യാനിക്കാൻ തന്നെ ഭയം തോന്നുന്നതാണ്. കാരണം ദൈവം നമ്മളോടെങ്ങാനും പറഞ്ഞു കളയുമോ എന്നൊരു പേടി നമുക്ക് വരും. പക്ഷെ പേടിക്കണ്ട, സ്വന്തം മകനെയോ സ്വന്തം കുടുംബാംഗങ്ങളെയോ ഒന്നും യാഗം കഴിയാൻ കർത്താവ് നമ്മളോട് പറയത്തില്ല. പക്ഷെ ജോലിയേക്കാൾ വലുതാണ് കർത്താവെന്നെങ്കിലും ഒന്ന് തെളിയിക്കണ്ടേ? പണമല്ല യജമാനൻ, യേശുവാണ് യജമാനൻ എന്നൊന്ന് തെളിയിക്കണ്ടേ? കൂട്ടുകാരെക്കാളും ഈ ലോകമോഹങ്ങളെക്കാളും ക്രിക്കറ്റ് കളിയേക്കാളും ആരാധന യേശുവിനോടാണ് എന്നൊന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ അത് നമുക്ക് ദൈവത്തെ കുറ്റം പറയരുത്. വലിയ കാര്യങ്ങളൊന്നും പറയുന്നത് പേടിക്കണ്ട. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ജോബിൻ്റെ കാര്യം പറഞ്ഞിട്ട്, ജോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കേട്ടാൽ മതി, അത് കേട്ടെന്ന് ധ്യാനിച്ച് മനസാന്തരപ്പെട്ടാൽ മതി. കർത്താവ് വരുത്തിയ അവസാനം, ആ നന്മ, അത് നിങ്ങൾ അനുഭവിച്ചോ. കർത്താവ് ആഴത്തിൽ അറിയുന്നു. താങ്ങാൻ കഴിയുന്നതിന് മീതെ ഒരു പരീക്ഷ അവൻ സമ്മതിക്കയില്ല.